അമ്മു സജീവിന്റെ മരണത്തിൽ ജസ്റ്റിസ് ഫോർ അമ്മു ക്യാമ്പയിനുമായി 24. വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പത്തനംതിട്ട ചുട്ടിപ്പാറ SME കോളേജ് ഓഫ് നഴ്സിംഗ് മാനേജ്മെന്റിനെതിരെ ആരോപണമുന്നയിക്കുകയാണ് അമ്മുവിന്റെ കുടുംബം. പത്തനംതിട്ട ചുട്ടിപ്പാറ SME കോളേജ് ഓഫ് നഴ്സിംഗിലെ 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു എസ് സജീവിന്റെ മരണത്തിൽ കോളേജ് അധികൃതരുടെ വിശദീകരണത്തിൽ പൊരുത്തക്കേടുകളെന്നാണ് കുടുംബം ആവർത്തിക്കുന്നത്. അമ്മുവിനെ അപായപ്പെടുത്തിയതാണെന്ന് കുടുംബം സംശയിക്കുന്നു. കോളേജ് പ്രിൻസിപ്പൽ എന്തൊക്കെയോ ഒളിക്കുന്നുവെന്ന് അമ്മുവിന്റെ പിതാവ്. അന്വേഷണ പരിധിയിൽ ഹോസ്റ്റൽ അധികൃതരെയും ഉൾപ്പെടുത്തണമെന്നും ആവശ്യം. മറ്റേ ഈ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് എൻ്റെ ഇത്. ആ 3 കുട്ടികളെയും ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നാണ്. അതിൻ്റെ അമ്മ ഇവിടെ മദർ പിറ്റിയാണ് ഈ ഒരു കുട്ടിയുടെ. അതിനെ അവർ കോളേജുകാർ അതിനെ എന്നിട്ട് ഇന്ന് വരെ അതിനെതിരെ ഒരു പ്രിൻസിപ്പൾ പറയുന്നത് സോർട്ട് ഔട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ എന്തോ സോർട്ട് ഔട്ട് ചെയ്തു. അമ്മു ആത്മഹത്യ ചെയ്യില്ലെന്നും ഗൂഢാലോചന സംശയിക്കുന്നുവെന്നും സഹോദരൻ അഖിൽ. പത്തനംതിട്ടയിലെത്തി അഖിൽ പോലീസിന് മൊഴി നൽകി. എന്തോന്ന് ഹോസ്റ്റലിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, അത് മറയ്ക്കാൻ വേണ്ടി കാണിച്ചതാണ്. 1.5 മണിക്കൂർ മേളിൽ ഇതാക്കിയെന്ന് വെച്ചാൽ ഡിലേ ആക്കിയെന്ന് പറയുന്നുണ്ട്. അത് ബാക്കിയുള്ള ഇതൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയുള്ളതെന്ന് ഞാൻ തെളിയിച്ചിട്ട് അത്രേ എനിക്ക് പോലീസിനടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ടോ. ഇത് തെളിയിച്ച് മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. അതേസമയം കുടുംബത്തിന്റെ ആരോപണം പത്തനംതിട്ട ഹോസ്റ്റൽ അധികൃതർ തള്ളി. നമുക്കിതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഇവിടെ ഒരു പീഡനവും ഇല്ല, ഒരു ഇതുമില്ല. കുട്ടി ഇവിടെ സുരക്ഷിതമായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. അതെന്തേലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയണ്ടേ. നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു തരത്തിലും ഒരു കുഴപ്പവും നമ്മളോട് പറഞ്ഞിട്ടില്ല. അമ്മുവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ചുട്ടിപ്പാറ SME കോളേജിലേക്ക് KSU നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. കോളേജിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പത്തനംതിട്ടയിൽ നാളെ KSU വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. 24 പത്തനംതിട്ട, തിരുവനന്തപുരം.